കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ശബരിമലയെക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല. നിയമസഭയ്ക്കകത്ത് വലിയ സമരം നടത്തിയവരാണ്. അന്ന് കോൺഗ്രസ് നേതാക്കൾ പ്രഖ്യാപിച്ചത് നിയമസഭയ്ക്കകത്ത് നിന്ന് സമരവിധ തെരുവിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ്. പക്ഷേ ഇപ്പോൾ എല്ലാ ദിവസവും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മാധ്യമപ്രവർത്തകരെ കാണുന്നുണ്ട്. ശബരിമലയെക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല. എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ ശബരിമലയെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാത്തത്? അവർക്ക് മിണ്ടാൻ കഴിയുന്ന അവസ്ഥയിലല്ല. കോൺഗ്രസ് നേതാക്കളിലേക്ക് അന്വേഷണം പോവുകയാണ്, ചെറിയ നേതാക്കളിലേക്കല്ല. AICCയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളാണ് അന്വേഷണ പരിധിയിലേക്ക് വരുന്നത്. സോണിയാഗാന്ധിയും നാളെ അന്വേഷണ പരിധിയിലേക്ക് വരാം. പോറ്റിയെ കേറ്റിയെ എന്ന് പറഞ്ഞുകൊണ്ട് പാരഡി ഗാനങ്ങൾ പാടി നടന്നവരാണ്. അതിൽ ആന്റണി അടക്കമുള്ളവരുണ്ട്. ആരാണ് പോറ്റിയെ കയറ്റിയത് എന്ന അന്വേഷണമാണ് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആരംഭിച്ചിരിക്കുന്നത്. അത് വരുമ്പോൾ 2004 പോറ്റി ശബരിമലയിൽ എത്തുന്നത് ആദ്യമായി. ആരാണ് അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്? കോൺഗ്രസ് നേതാവായ G. രാമൻ നായർ. ബോർഡ് അംഗം പുനലൂർ മധു, മുൻ MLA കൂടിയാണ്, കോൺഗ്രസിന്റെ നേതാവാണ്. അതിനേക്കാളും അപ്പുറത്ത് ആരാണ് ദേവസ്വം ബോർഡ് മന്ത്രി? KC വേണുഗോപാൽ. കോൺഗ്രസിന്റെ ഇന്നത്തെ ഹൈക്കമാൻഡ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് ദേവസ്വം മന്ത്രി. KC വേണുഗോപാൽ ദേവസ്വം മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ പോറ്റിയെത്തുന്നു. അതേ പോറ്റി സോണിയാഗാന്ധിയുടെ അടുത്തെത്തുന്നു. സോണിയാഗാന്ധിയുടെ അടുത്ത് പോറ്റിയെ എത്തിച്ചത് കർണാടകയിലെ കോൺഗ്രസ് നേതാക്കളാണ് എന്നാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ആന്റണി. അന്വേഷണം കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുമായിരുന്നു. ആന്റണി ഇതാ കോൺഗ്രസ് നേതാക്കളെ കൂടി സ്വർണ്ണ കവർച്ച കേസിന്റെ അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. എന്ന് വെച്ചാൽ കർണാടകയിലെ കോൺഗ്രസ് നേതാക്കളെയും ചോദ്യം ചെയ്യേണ്ടി വരും. കർണാടകയിലെ കോൺഗ്രസ് നേതാക്കൾക്ക് എന്താണ് ബന്ധം എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്തിയേ തീരൂ. കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് കർണാടകയിലെ കോൺഗ്രസ് നേതാക്കൾ കൂടി ഇപ്പോൾ അന്വേഷണ പരിധിയിൽ വരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ശബരിമല കൊടിമരം മാറ്റിയതിനെ കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു, ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കോൺഗ്രസ് നേതാവാണ്. അന്നത്തെ ദേവസ്വം ബോർഡിന് എല്ലാ പിന്തുണയും നൽകിയത് നേരത്തെ ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന VS ശിവകുമാറാണ്. VS ശിവകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ സ്വർണ്ണക്കൊടി മരം മാറ്റി സ്ഥാപിക്കുന്നതിനെ കുറിച്ച് വിശദമായി പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ ദേവസ്വം ബോർഡ് കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണയോടുകൂടിയാണ് സ്വർണ്ണ കൊടിമരവും മാറ്റിയത്. ഇതെല്ലാം അന്വേഷണ പരിധിയിലേക്ക് വരാൻ പോകുന്നു. എന്ന് വെച്ചാൽ കോൺഗ്രസ് നേതാക്കൾ ഒന്നിനു പുറകെ ഒന്നായി ക്യൂവിലാണ്. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിലേക്ക് ഇവർക്കെല്ലാവർക്കും പോകേണ്ടി വരും. അടൂർ പ്രകാശ് ചെറിയ നേതാവല്ല. അടൂർ പ്രകാശ് UDFന്റെ കൺവീനറാണ്, ലോക്സഭാംഗമാണ്. UDFന്റെ കൺവീനറായ അടൂർ പ്രകാശ് ചെറിയ നേതാവാണോ? CPIMന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. ഏറ്റവും മുതിർന്ന നേതാവ് ജയിലിൽ കിടക്കുന്നത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് AICC ജനറൽ സെക്രട്ടറി ഒരുപക്ഷെ സോണിയാഗാന്ധി, അത് താഴെ വന്നാൽ അടൂർ പ്രകാശ്, അതിന് താഴെ വരുമ്പോൾ ആന്റണി MP, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ്, KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പോലും പരിഗണിച്ച വ്യക്തിയാണ്. എന്ന് വെച്ചാൽ കോൺഗ്രസ് നേതാക്കൾക്ക് ഇപ്പോൾ ശബരിമലയെക്കുറിച്ച് മിണ്ടാൻ പറ്റുന്നില്ല. ഇനി BJP നേതാക്കൾക്ക് മിണ്ടാൻ പറ്റുമോ? പറ്റില്ല. കർണാടകയിലെ മുതിർന്ന BJP നേതാക്കൾ, മുൻ ഉപമുഖ്യമന്ത്രി അടക്കമുള്ളവർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തുക്കളാണ്, ബന്ധമുണ്ട്. അതിന്റെ തെളിവുകൾ ഇതിനകം പുറത്തു വന്നു കഴിഞ്ഞു. എന്ന് വെച്ചാൽ കർണാടകയിലെ BJPയുടെ നേതാവായിരുന്നു കേരളത്തിന്റെ ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. അന്വേഷണം എങ്ങോട്ടൊക്കെ പോകുമെന്നതിന്റെ കൃത്യമായ സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കോൺഗ്രസിനെയും അതോടൊപ്പം BJPയെയും പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല വിവാദത്തിലേക്ക് വരുന്നത് എപ്പോഴാണ്? ആഗോള അയ്യപ്പ സംഗമം നടക്കുമ്പോൾ. ആഗോള അയ്യപ്പ സംഗമം തകർക്കുന്നതിന് വേണ്ടി, ശബരിമലയുടെ വികസനത്തിന് വേണ്ടി സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം തകർക്കാൻ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ സഹായത്തോടു കൂടിയാണ് അന്ന് ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇപ്പോൾ എല്ലാം തിരിഞ്ഞുകൊത്തിയിരിക്കുന്നു. സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുക, ശബരിമലയിലെ വികസനം മുടക്കുക, ഇതൊക്കെ ഉദ്ദേശിച്ച് കോൺഗ്രസിന്റെ അണിയറയിൽ ഒരുങ്ങിയ ഈ തന്ത്രങ്ങൾ, നീക്കങ്ങൾ എല്ലാം ഇപ്പോൾ കോൺഗ്രസിന് തന്നെ തിരിച്ചടിയായി മാറുന്നു എന്നാണ്
പുറത്തു വരുന്ന പുതിയ വാർത്തകൾ.